സന്ധ്യേന്റോടുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ പാസ്റ്റർ ജോസഫ് മാത്യു അങ്കിളിനോടും എന്റെ നന്ദി അറിയിക്കുന്നു. ശേഷം എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായി യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാല് ദൈവം ഇത്രത്തോളം എന്നെ എത്തിച്ചതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അത് ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. സങ്കീർത്തനം 139:13-14 വാക്യങ്ങളിൽ പറയുന്നു, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരം അതിശയമായി സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം തന്നെ ദൈവം എന്നെ സൃഷ്ടിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദി പറയുന്നു. എന്റെ പേര് രമ്യ ദേവി PR എന്നാണ്. പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാനൊരു ഹൈന്ദവ മാർഗത്തിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. എന്റെ അമ്മയാണ് ആദ്യം യേശുവിനെ പറ്റി അറിഞ്ഞതുമൊക്കെ. അമ്മയും ഞാനും മാത്രമുള്ള ഭവനത്തില്, വലിയ ഫാമിലി അല്ല, ഒരു കുഞ്ഞു ഫാമിലിയാണ്. അമ്മയുടെ അപ്പയുടെ ഒക്കെ മാരേജ് കഴിഞ്ഞിട്ട് അവര് ബോംബെയിലായിരുന്നു ഫാമിലി ആയിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അമ്മ യേശുവിനെ അറിയാനിടയായി. എന്റെ അപ്പനാണെങ്കില് അവിടെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോ ഒരു ടൈം പോവാനായിട്ട് അവിടെ ഒരു ടൈലറിംഗ് ക്ലാസ്സിന് കൊണ്ടുവിട്ടായിരുന്നു അമ്മ. അപ്പം അവിടുത്തെ തയ്യൽ പഠിപ്പിക്കുന്ന ആന്റി ഒരു വിശ്വാസിയായിരുന്നു. ശോശമ്മ എന്നാണ് ആന്റിയുടെ പേര്. അപ്പം ആന്റി എന്നും രാവിലെ അവിടെ ടേപ്പ് റെക്കോർഡില് പാട്ട്, ക്രിസ്ത്യൻ സോങ്സ് പ്ലേ ചെയ്യുമായിരുന്നു. അപ്പൊ അമ്മ ഇത് ഡെയിലി ഇങ്ങനെ ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. അപ്പം കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കിന് നമ്മള് കുറെ അടുപ്പിച്ച് കേൾക്കുന്ന പാട്ട് ഇങ്ങനെ നമ്മൾ മൂളിപ്പാട്ട് പോലെ പാടുന്നതിന്റെ കൂട്ട് അമ്മയും ഇത് പാടാൻ തുടങ്ങി. അപ്പൊ ആന്റി അമ്മയോട് ചോദിച്ചു, ഗിരിജയ്ക്ക്, എന്റെ അമ്മയുടെ പേര് ഗിരിജ എന്നാണ്, ഗിരിജയ്ക്ക് യേശുവിന്റെ പാട്ടൊക്കെ ഇഷ്ടമാണോ ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു ഇഷ്ടമാ എന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി യേശുവിനെ കുറിച്ച് അമ്മയോട് പറയാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പോ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള അമ്മയ്ക്ക് ആദ്യമൊന്നും അതൊന്നും ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ആന്റി പറയുമ്പോ ജസ്റ്റ് ഇങ്ങനെ കേൾക്കും, എതിർത്തൊന്നും പറയത്തില്ലായിരുന്നു. അങ്ങനെ ഈ ശോശമ്മാന്റെ ഞങ്ങളുടെ ഭവനത്തിൽ, ബോംബെയിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോട് വചനമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അന്നേരം അത് എന്റെ അപ്പ അറിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര വിഷയമായി. അപ്പായിക്ക് ഇഷ്ടമല്ല. ആന്റി ഭവനത്തിൽ വരുന്നതൊക്കെ അപ്പായിക്ക് ഇഷ്ടമാ, പക്ഷെ യേശുവിനെ പറ്റി പറയാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പം അപ്പനാണെങ്കിൽ ആ ആന്റിയെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ വന്നോ, പക്ഷെ ഈ സുവിശേഷം പറഞ്ഞുകൊണ്ട് വരരുത്, എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആന്റി ഒരു സഹോദരൻ പറയുന്നതിന്റെ കൂട്ട് കണ്ട് അതൊക്കെ ക്ഷമിച്ച് പിന്നെയും വീട്ടിൽ വന്നിട്ട് അമ്മയോട് സുവിശേഷം പറയാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടേ വന്നു. അന്നേരം അമ്മയ്ക്ക് ഒരു 7 വർഷമൊക്കെ ആയിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ അതിന്റെ പൂജയും കാര്യങ്ങളും വെള്ളിയാഴ്ച വ്രതം ഒക്കെ എടുത്ത് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അമ്മ രാവിലെ ഞങ്ങളുടെ ഭവനത്തിലോട്ട് കയറി വരുന്ന ഫ്രണ്ടിൽ വലിയൊരു പൂജാമുറിയൊക്കെ ഉണ്ട്. അപ്പോ ഹിന്ദുസ് ആയിട്ടുള്ള ആര് ഞങ്ങളുടെ ഭവനത്തിൽ വന്നാലും അവിടെ പ്രാർത്ഥിച്ചിട്ട് അകത്തോട്ട് വരത്തുള്ളൂ. അപ്പൊ അത്രയും ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വലിയൊരു പൂജാമുറി, എല്ലാ അമ്പലത്തിലെ ദൈവങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അവിടെ ഇങ്ങനെ ഓരോ പൂജയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഈ ആന്റി ഭവനത്തിൽ കയറി വന്നു. അപ്പൊ ഈ പൂജയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കിന് ഈ ശോശമാന്റെ അമ്മയോട് ചോദിച്ചു, ഗിരിജ എന്തോത്തിനാ ഇത്രയും പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നേ? അന്നേരം അമ്മ പറഞ്ഞു, പിന്നെ ഇതേ കൂട്ട് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു നേർച്ചയും പൂജയൊക്കെയാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് ആന്റി പറഞ്ഞു, അവിടെ ഭിത്തിയിൽ കുറെ ഫോട്ടോസ് ഉണ്ട്, കുറെ വിഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ആന്റി പറഞ്ഞു, ഇതിനൊക്കെ നമ്മളെ നമ്മളോട് തിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് സംസാരിക്കും, പക്ഷെ അത് തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മളെ കേൾക്കുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമുക്ക് തൊടാൻ പറ്റും, പക്ഷെ ആ വിഗ്രഹങ്ങൾക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല. വെറും ഒരു പ്രതിമയാ. എന്നിട്ട് ആന്റി ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ സൃഷ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ കല്ലും മണ്ണും തടിയും ഒക്കെ അല്ലേ, അതിനെ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാന്ന് ആന്റി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് ഈ പൂജയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അമ്മയ്ക്കത് കേട്ടപ്പോഴത്തേക്കിന് അങ്ങ് വിഷമമായിപ്പോയി. പക്ഷെ പിന്നീട് അമ്മ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അന്നേരം ആന്റി പറഞ്ഞായിരുന്നു, ദൈവം നമുക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചു, ഇത്രയും വലിയ പ്രകാശം ദൈവം നമുക്ക് തന്നു. ആ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ചെറിയൊരു മെഴുകുതിരിയോ ഒരു നിലവിളക്കോ വെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഹൃദയമാണ് പ്രകാശിക്കേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി.
ആം, ഒരു ഇതായിരിക്കാം. അമ്മ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതിനെപ്പറ്റി. പിന്നെ അമ്മ പൂജാമുറി കയറിയിട്ട് ഓരോ ഫോട്ടോയിൽ ഇങ്ങനെ തൊട്ട് നോക്കും, പ്രതിമയെ തൊട്ട് നോക്കും. ശരിയാ, ബൈബിളിൽ പറഞ്ഞേക്കുന്നതിന്റെ കൂട്ട് അതിന് കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, മൂക്കുണ്ട് മണക്കുന്നില്ല, പക്ഷെ കൈയുണ്ട് സ്പർശിക്കുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിന്റെ കൂട്ട് തന്നെ അതിനൊന്നും തന്നെ ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അമ്മയ്ക്ക് ആ ഒരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് അമ്മ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പ അറിയാതെ അമ്മ പ്രാർത്ഥിച്ചു. പിന്നെ ലാസ്റ്റ് അപ്പനറിയാതെ അമ്മ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി ബോംബേല്. അങ്ങനെ പലവട്ടം ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്ന സമയത്ത് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനിച്ചു. അന്നേരം അമ്മയ്ക്ക് ഇങ്ങനെ യേശുവിനെ അറിയാമെന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അന്നേരം ഭയങ്കര പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അന്നേരം പൂർണ്ണമായിട്ട് ഒരു മാനസാന്തരവും രക്ഷയുടെ അനുഭവം ഒന്നും വന്നിട്ടില്ല. യേശുവിനെ ഇഷ്ടവാ. പ്രാർത്ഥിക്കും അത്രയും മാത്രേ ഉള്ളായിരുന്നു. പിന്നെ ഞാനൂടി ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് യേശു അത്ഭുതം പ്രവർത്തിക്കും ആ ഒരു വിശ്വാസം, ആ ഒരു സ്നേഹമൊക്കെ കൂടി വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാന് ജനിച്ചൊരു 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് ബോംബെയിൽ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കിന് ആഹ് ഈ കല്ലിൽ തട്ടി ഞാൻ താഴെ വീണു. താഴെ വീണിട്ട് എന്റെ ഈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. മുറിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ ബ്ലീഡിങ് വരുവാനിടയായി. അങ്ങനെ ഈ ബ്ലീഡിങ് വന്നു. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് സ്റ്റിച്ചൊക്കെ ചെയ്ത് ക്ലോട്ടായി. പക്ഷെ പിന്നീട് ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കിന് പിന്നെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു 3, 4 ആഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നോണ്ടിരുന്നപ്പോഴത്തേക്കിന് ഡോക്ടേഴ്സ് ഒരു ഡൗട്ട് പറഞ്ഞു. ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ട്. പക്ഷെ അത് ആണുങ്ങൾക്കാ ആ ഡിസീസ് വരുന്നത്. ഗേൾസിന് വരാറില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ബോംബെ വെച്ച് അതിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോഴത്തേക്കിന് എനിക്ക് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ടൈപ്പ് 3 എന്ന് പറഞ്ഞുകൊണ്ടൊരു അസുഖം എന്റെ ശരീരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനിടയായി. അപ്പൊ ഇതൊരു പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിലെ അപ്പായിക്കോ അമ്മയ്ക്കോ അവരുടെ ഫാമിലിയിൽ ആർക്കും ഈ അസുഖത്തിനെ പറ്റി അറിവുമില്ല, ആർക്കും അസുഖം ഇല്ല. പക്ഷെ എങ്ങനെ ഇതെനിക്ക് വന്നൂന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ അമ്മയുടെ അപ്പയുടെ റിലേഷനിലുള്ള മാരേജ് ആയിരുന്നു. അപ്പം അതേ ഉള്ളൂ അവർക്ക് പറയാനായിട്ടൊരു റീസൺ ഉള്ളത്. അങ്ങനെ ഒരു കെയറിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ വന്ന് ഞാന് എങ്ങും തട്ടാതെ എന്റെ ശരീരം മുറിയാതൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുമായിരുന്നു. അപ്പൊ ഈ അസുഖം ഉള്ളവർക്ക് ഈ കണ്ണീന്നും ചെവിന്നും മൂക്കിന്നും ഒക്കെ ഇങ്ങനെ ബ്ലീഡിങ് വരും. അപ്പൊ ബോംബെയിലൊക്കെ ഉള്ള സമയത്ത് എനിക്ക് 2, 3 വട്ടം അങ്ങനെ ചെവിന്നും മൂക്കിന്നും ഒക്കെ ഇങ്ങനെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കെയറിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് 10 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് വന്നു. ഞാനും അമ്മയും അപ്പായും കൂടി വന്ന സമയത്ത് ഞങ്ങള് ട്രെയിനിൽ വരാണ്ട് അന്ന് എന്തോ ആഹ് കാരണം കൊണ്ട് ഞങ്ങൾ ബസ്സിനാ വന്നത്. ബസ്സിന് വന്ന് ഞങ്ങള് എറണാകുളത്ത് ഇറങ്ങിയിട്ടായിരുന്നു വീട്ടിലോട്ട് വരുന്നത്. പക്ഷെ അമ്മയുടെ ആങ്ങളയൊന്നും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ വിളിക്കാൻ വന്നു. വിളിക്കാൻ വന്നപ്പോ ആഹ് ബോംബെന്ന് വന്ന ട്രെയിൻ വന്നിട്ടും അതിനകത്ത് ഞങ്ങളെ കാണുന്നില്ല. അങ്ങനെ അവര് വീട്ടിൽ വിളിച്ച് തിരക്കിയപ്പോഴത്തേക്കിന് ഞങ്ങള് വീട്ടിലെത്തിന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ ആഗ്രഹം കൊണ്ട് കുറെ വർഷമായി കണ്ടിട്ട്. ആ ഒരു ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് അമ്മയുടെ ബ്രദറും സിസ്റ്ററും കുഞ്ഞൂടി ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുമായിരുന്നു. വരുന്ന സമയത്ത് ചെങ്ങന്നൂര് മുളക്കഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് സൂപ്പർ ഫാസ്റ്റ് വന്നിടിച്ച് അപ്പഴേ അമ്മയുടെ ബ്രദർ മരിച്ചു. അമ്മയുടെ സിസ്റ്ററും കുഞ്ഞിനും ആണെങ്കിൽ തല രണ്ടായിട്ട് ഇങ്ങനെ പൊളന്ന് ഭയങ്കര ബ്ലീഡിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പം ഈ പുറമേ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അമ്മയുടെ ബ്രദറിന് പുറമേ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ മാമനായിരുന്നു മരിച്ചത്. മറ്റവര് രക്ഷപ്പെട്ടു ദൈവത്തിന്റെ കൃപയാല്. അങ്ങനെ വന്നു കഴിഞ്ഞ് അന്നേരം അമ്മ കുറെ വർഷങ്ങളോട് കൂടി നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് കാണുന്നത് അമ്മയുടെ ബ്രദറിന്റെ ഡെഡ് ബോഡിയാ. അത് കണ്ടപ്പോഴത്തേന് അമ്മയ്ക്ക് ശരിക്കും അങ്ങ് ഷോക്കായിപ്പോയി. അന്നേരം അമ്മ ഇങ്ങനെ ബോംബെയിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ശോശമാന്റെ അന്ന് സുവിശേഷം പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്നേരം അമ്മയ്ക്ക് ആന്റി ഒരു ബൈബിള് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബൈബിള് വായിക്കുമ്പം എപ്പോഴും അമ്മയ്ക്ക് ഒരു വാക്യം കിട്ടുമായിരുന്നു. പിശാച് സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്ന ആ വാക്യം കിട്ടുമായിരുന്നു. അന്നേരം അമ്മയ്ക്ക് അതിന്റെ മീനിങ് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് അമ്മയ്ക്ക് ഈ നാട്ടിൽ വന്ന് അമ്മ ഇതിങ്ങനെ ഓർത്തപ്പോഴത്തേക്കിന് ഇനി അമ്മ അന്ന് യേശുവിനെ അറിഞ്ഞു ഇനി ശരിക്കും പ്രാർത്ഥിക്കാത്തോണ്ടാണോ ഇങ്ങനെ ഒരു ആപത്ത് വന്നേന്നൊക്കെ ഒരു ചിന്ത വന്നായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ ആരോടും പറയാൻ പറ്റത്തില്ല. അവരൊക്കെ ദേഷ്യപ്പെടും. അമ്മയെ വഴക്ക് പറയും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാല്. അങ്ങനെ അമ്മ വിഷമിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് അമ്മയാണെങ്കിൽ എന്നെ കൊണ്ട് മരുതുമൂട് പള്ളിയിൽ പോവായിരുന്നു. എന്നിട്ട് മരുതുമൂട് പള്ളിയിൽ പോയിട്ട്
അവിടെ മുട്ടയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ദൈവമേ, ഇങ്ങനെ ബെന്തുക്കോസ് രീതിയിലുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു പ്രാർത്ഥന, അങ്ങനത്തെ ഒരു സഭ എവിടെയാന്ന് എനിക്കറിയത്തില്ല. ദൈവം അത് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് അമ്മ മരുന്നുകൊണ്ട് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. എനിക്കിപ്പോ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ. ദൈവം അതിനുള്ള വഴി കാണിക്കണമെന്ന് പറഞ്ഞ് അമ്മ എപ്പഴും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് അമ്മയുടെ ബ്രദർ മരിച്ചു. ഞങ്ങള് ഹിന്ദു ആചാരപ്രകാരം കുറെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. അന്നേരം മാമനാണെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ വലിയ കമ്മ്യൂണിസ്റ്റ് ഭയങ്കര പ്രവർത്തനമൊക്കെ ആയിരുന്നു. അപ്പം ഈ അടുത്തുള്ള നെയ്ബേഴ്സ് ഒക്കെ മാമന്റെ ആത്മാവിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷയമായി. അങ്ങനെ പിന്നെ ഈ പൂജാരിയൊക്കെ കണ്ടപ്പോഴത്തേക്കിന് പൂജാരി പറഞ്ഞു ഇനി ഒരു കർമ്മം കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ശാന്തി കിട്ടാതെ വന്നപ്പോഴത്തേക്കിന് അമ്മയുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ ഇവര് വിഷമിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് അമ്മൂമ്മ ഇങ്ങനെ ഫ്രണ്ടില് വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പം അതുവഴി കൂടി ഒരു ആന്റി കടന്നു. ലീലാമ്മ ആന്റിയുടെ പേര്. ആന്റി വിശ്വാസിയാ. അപ്പം ആന്റി ഇങ്ങനെ പോകുന്ന സമയത്ത് അമ്മൂമ്മയോട് ഇങ്ങനെ സംസാരിച്ചു. സംസാരിച്ച കൂട്ടത്തില് അമ്മൂമ്മയോട് ചോദിച്ചു എന്താ ഭയങ്കര വിഷമം, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇങ്ങനെ മോൻ മരിച്ചു. മോൻ മരിച്ചിട്ട് മോന്റെ ആത്മാവിന് ഇതുവരെ ശാന്തി കിട്ടിയിട്ടില്ല. കുറെ കർമ്മങ്ങളും പൂജയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതുവരെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. എന്നിട്ട് അമ്മൂമ്മ ചോദിച്ചു നിങ്ങളുടെ ആചാരപ്രകാരം നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ഈ ലീലാമ്മ ആന്റി സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഉടനെ ആന്റിയുടെ ബാഗിൽ എപ്പോഴും ആന്റി എവിടെ പോയാലും മാർക്കറ്റിൽ പോയാലും ബൈബിൾ കൈ വെച്ചോണ്ട് പോകുന്ന ഒരു ആന്റി ആയിരുന്നു. അപ്പൊ ഈ ആന്റി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നിട്ട് വചനം പറഞ്ഞു. വചനത്തിൽ കൂടി ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. മരിച്ചു കഴിഞ്ഞാലുള്ള ആത്മാവ് ഭൂമിയിലില്ല, പിശാച് ആ ഒരു പേരും പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. അത് കേട്ടപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് സന്തോഷമായി. കാരണം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഒരു വിശ്വാസിയെ ബന്ധക്കോസ്ത് രീതിയിലുള്ള പ്രാർത്ഥന ദൈവം തെളിയിച്ചു തരണമെന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആന്റിയെ കണ്ടപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് സന്തോഷം. അന്നേരം അമ്മ ലീലാമ്മേന്റോട് പറഞ്ഞു ആന്റി എനിക്ക് പ്രേയറിന് വരണം, ചർച്ച് എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞു തരാൻ പറഞ്ഞു. പക്ഷെ ആന്റി വിചാരിച്ചു എന്തെങ്കിലും ഒരു സമയത്ത് വരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് ആന്റി അതങ്ങ് മാറ്റിക്കളഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു അല്ല എനിക്ക് ഈ ഞായറാഴ്ച തന്നെ പ്രാർത്ഥനയ്ക്ക് വരണം, എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി ഞങ്ങളെ ആ സൺഡേയില് പ്രേയറിന് കൊണ്ടുപോയി കൊടശനാട് IPC ചർച്ചില്. അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് മനസ്സിന് ഒത്തിരി സന്തോഷവും സമാധാനം കിട്ടി. അപ്പൊ ഞങ്ങള് ഈ നാട്ടിൽ വരുന്ന സമയത്ത് പിന്നീടാണ് അമ്മ അറിയുന്നത്. അമ്മ അറിയാണ്ട് എന്റെ പപ്പ ഞങ്ങളുടെ നാട്ടിലെ ഷെയർ കംപ്ലീറ്റും ഫുള്ളും ഞങ്ങൾക്ക് കുടുംബ ഷെയർ എല്ലാം അപ്പായ്ക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം അപ്പ വിറ്റ് അപ്പായുടെ ബ്രദേഴ്സിന് കൊടുത്തു. അപ്പൊ ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി. ഭൗതികമായും നഷ്ടം വന്നു. കൂടെ ബ്രദറും മരിച്ചു. അമ്മ ആകെപ്പാടെ അങ്ങ് ഡൗൺ ആയിപ്പോയി. പിന്നെ അമ്മ തീരുമാനം എടുത്തു ഇനിയും എങ്ങോട്ടും പോകുന്നില്ല, നാട്ടിൽ തന്നെ നിൽക്കുക, ഇനി ബോംബെയിലോട്ട് തിരിച്ചു പോകുന്നില്ല എന്നൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയായി. അങ്ങനെ എന്റെ പപ്പയാണെങ്കിൽ നാട്ടിൽ നിൽക്കുവാന്നും പറഞ്ഞുകൊണ്ട് ബോംബെയിലെ ഞങ്ങളുടെ ലോഡ്ജും റൂമും എല്ലാം അവിടെയും പോയി വിറ്റു. ആ സമയത്ത് നല്ല പൈസയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതെല്ലാം അങ്ങ് നഷ്ടമായിപ്പോയി. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇതൊക്കെ എല്ലാം വിറ്റും ഒക്കെ അങ്ങനൊക്കെ ആയി. പിന്നെ എന്റെ ഈ അസുഖം അങ്ങനെ അപ്പായിക്ക് വിഷമമൊക്കെ ആയി. അങ്ങനെ ഭയങ്കര കള്ളുകുടിയൊക്കെ തുടങ്ങി. അങ്ങനെ നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ഒരു സമയമായിപ്പോയി. അപ്പൊ അമ്മയ്ക്ക് ആകെപ്പാടെ ഒരു വിഷമം. കാരണം ഒരു വഴിയും കാണുന്നില്ല, ഒന്നുമില്ല. ആകെപ്പാടെ അന്നൊരു ആശ്വാസം അമ്മയ്ക്ക് ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്നതായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം അമ്മയുടെ അമ്മയോട് വന്നിട്ട് അമ്മൂമ്മയോട് പറഞ്ഞു ഒരു വട്ടം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഇഷ്ടമാണെങ്കിൽ വന്നാ മതി, പിന്നെ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അമ്മ വന്നു. അമ്മയുടെ രണ്ട് അനിയത്തിമാര് വിശ്വാസത്തിൽ വന്നു. ഇനി ഒരു അനിയത്തി കൂടി വിശ്വാസത്തിൽ വരാനുണ്ട്. അങ്ങനെ അവരത്രയും പേരും അമ്മയും ഞാനും പ്രാർത്ഥനയ്ക്ക് പൊക്കോണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ആഹ് ഇരിക്കുന്ന ആ സമയത്ത് അപ്പ പിന്നെയും പ്രതികൂലമായിരുന്നു. പ്രാർത്ഥനയ്ക്കൊന്നും പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവിടുത്തെ ചർച്ചില് BJP-ക്കാരെ ഒക്കെ വിട്ടിട്ട് അടിക്കാനൊക്കെ ആയിട്ട് വന്നു. അന്നേരം ലാസ്റ്റ് അമ്മ പറഞ്ഞു ഇത്രയും നാളും ഞാന് ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു. പക്ഷെ എനിക്ക് എല്ലാം നഷ്ടമായതേ ഉള്ളൂ. ഒന്നും ഒന്നും നേടാൻ പറ്റിയില്ല. ഇനി എന്റെ ദൈവത്തെ അനുസരിച്ച് ഞാൻ ജീവിക്കും. അതിനെന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാനിടയായി. അങ്ങനെ അമ്മയ്ക്ക് അന്ന് തയ്യൽ പഠിക്കാൻ അപ്പം കൊണ്ട് വിട്ടു ബോംബെ വെച്ചിട്ട്. പക്ഷെ ആന്റി സുവിശേഷം പറയുന്നതുകൊണ്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പായി.
അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ചെറിയ ചെറിയ കൈത്തയ്യല് പോലൊക്കെ അമ്മ അന്ന് പഠിച്ചിട്ടുള്ളായിരുന്നു. അത് വെച്ചിട്ട് അമ്മ നാട്ടി വന്നിട്ട് ഒരു കടയില് പോയി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തയ്ച്ചു തുടങ്ങി. ദൈവം ആ സമയത്ത് കൊടുത്ത ഒരു ഇതായിരിക്കും. അങ്ങനെ അമ്മ ചെറുതായിട്ട് തയ്ച്ചു തുടങ്ങി. പിന്നെ അമ്മ സ്വന്തമായിട്ട് ഒരു കടയിടാൻ തുടങ്ങി. അന്നേരമൊന്നും അമ്മയ്ക്ക് ശരിക്കും തയ്യലൊന്നും അറിയത്തില്ല. എല്ലാവർക്കും ഭയങ്കര മിസ്റ്റേക്ക് ആയിരുന്നു തയ്ക്കുന്നതിലൊക്കെ. പക്ഷെ അമ്മ പ്രാർത്ഥിച്ച് അതൊക്കെ കാര്യമാക്കാണ്ട് പിന്നെയും തയ്ച്ച് തയ്ച്ച് അമ്മ നല്ലതായിട്ട് തയ്ക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അമ്മയും അമ്മയുടെ പേരന്റ്സും 2 സിസ്റ്റേഴ്സും ഒരു സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അങ്ങനെ 6 പേര് ഒരു ദിവസം സ്നാനപ്പെടാനിടയായി. അപ്പൊ ചർച്ചിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷായിരുന്നു. ഈ ഹിന്ദു മാർഗ്ഗത്തീന്ന് 6 പേര് ഒരു ദിവസം സ്നാനപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന്. അങ്ങനെ സ്നാനപ്പെടുന്ന സമയത്ത് ഞാ അന്ന് എനിക്കും ഒത്തിരി സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാനും ഇതെല്ലാം അങ്ങ് ഊരി മാറ്റി. കാരണം ആ ഒരു സമയത്ത് അമ്മ പ്രാർത്ഥനയൊക്കെ കൊണ്ട് ഞാനും ഇതൊക്കെ ഊരി മാറ്റി. ഞാന് കമ്മലും ഒക്കെ ഇങ്ങനെ അതിന്റെ ഇത് ഊരി വെക്കുവായിരുന്നു. എവിടെയെങ്കിലും കളഞ്ഞു പോകും. കാരണം അമ്മ ഒക്കെ കമ്മൽ ഊരിയെങ്കിലും എന്റെ ഊരിയിട്ടില്ലായിരുന്നു. അപ്പം ഇത് പോവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്റെ കമ്പിയൊക്കെ തിരിച്ചു വെക്കും ഊരിപ്പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 കമ്മല് കളഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് അമ്മയൊക്കെ പിന്നെ എപ്പഴും പ്രാർത്ഥനയിലൊക്കെ ആയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനായിരുന്നു ഞങ്ങക്ക് ഏറ്റവും കൂടുതൽ പ്രതികൂലം വന്നത്. അങ്ങനെ അമ്മ സ്നാനപ്പെട്ട് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പം എന്റെ ഒരു ചെറിയൊരു പ്രായമായിരുന്നു. അന്നേരം ഈ ആ സമയത്തൊക്കെ അമ്മ അമ്മയുടെ വീട്ടിലായിരുന്നു നിക്കുന്നെ. അപ്പം വീട്ടീന്ന് അമ്മയ്ക്ക് ഭയങ്കര പ്രതികൂലം ഉണ്ടായിരുന്നു. അപ്പന്റെ വീട്ടീന്നും അമ്മയ്ക്ക് പ്രതികൂലം, സ്വന്തം വീട്ടീന്നും പ്രതികൂലമായിപ്പോയി. അപ്പൊ 2 പേരും ഞങ്ങൾ അവിടുന്ന് മാറിക്കൊടുക്കണം. ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കിന് ഒരു ദിവസം അവര് അവിടുത്തെ വീടിന്റെ ഓടെല്ലാം പൊളിച്ചിട്ടു. ഞങ്ങളവിടെ കേറി താമസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അപ്പം ഭയങ്കര കള്ളുകുടി. ബോംബെയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഞങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെയായിരുന്നു. ആ സമയത്ത് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആരും ഞങ്ങളെ സ്നേഹിക്കാതായി. അങ്ങനെ തിരിച്ച് സ്വന്തം അമ്മയുടെ സ്വന്തം വീട്ടിൽ വരുമ്പോഴത്തേക്കിന് അവിടെ എല്ലാവരും ഞങ്ങടെ പാത്രങ്ങളും ഞങ്ങടെ സാധനങ്ങളും എല്ലാം വെളിയിലെടുത്തിട്ടിട്ട് ഇറങ്ങിപ്പോന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. പക്ഷെ അമ്മ അവിടൊക്കെ എങ്ങനെ പിടിച്ചു നിന്നേന്ന് എനിക്കറിയത്തില്ല. ദൈവം കൊടുത്ത ആ ഒരു കൃപ. അമ്മ ആ ഒരു ഇതിലൊക്കെ പിടിച്ചു നിന്നു. ഇല്ല മോശെയുടെ കൂട്ട് മുൻപിൽ ചെങ്കടലിന്റെ പുറകിൽ ഫറവോന്റെ സൈന്യം ഇടത്തും വലത്തും വൻമതിലെന്ന് പറഞ്ഞതിന്റെ കൂട്ട് അമ്മയ്ക്ക് 4 സൈഡും പ്രതികൂലമായിരുന്നു. ഒപ്പമുള്ള ഞാനെന്ന് വെച്ച ഒരു പെൺകുഞ്ഞ്, അതും അസുഖമുള്ളത്. ആ ഒരു സമയത്ത് ദൈവം അമ്മയെ അവിടെ പിടിച്ചു നിർത്തി. അന്നേരം പല അമ്മയുടെ അകന്ന ബന്ധുക്കാരൊക്കെ അവരുടെ വീട്ടിലൊക്കെ നിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. പക്ഷെ അമ്മ പറയും, എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടാലും അവരെന്നെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ തന്നെ നിക്കത്തുള്ളൂ. ദൈവം എനിക്ക് എന്നൊരു സ്വന്തമായിട്ട് ഒരു ഭവനം തരുന്നോ അന്ന് മാത്രമേ ഞാൻ മാറത്തുള്ളൂ. അതുവരെ എന്ത് പ്രതികൂലം വന്നാലും ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുമെന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങള് അവരുടെ എതിർപ്പും എല്ലാം സഹിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്നതും അവരും വിശ്വാസികളാ. അമ്മയുടെ വീട്ടുകാരെല്ലാം സ്നാനപ്പെട്ടു. എന്നിട്ടും അവർക്ക് ഞങ്ങളോട് ഭയങ്കര എതിർപ്പായിരുന്നു. അങ്ങനെ നിക്കുന്ന സമയത്താ അപ്പ മരിക്കുന്നത്. അപ്പ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയുടെ വീട്ടുകാർക്ക് കുറച്ചുകൂടി ഞങ്ങളോടൊരു കാര്യമൊക്കെയായി. ഇറങ്ങി പോവാനൊന്നും പറയാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു ആശ്വാസമായി വരുന്ന സമയത്താണ് അമ്മ നാട്ടിൽ എന്നെ ഒരു സ്കൂളിൽ ചേർത്തു. അവിടെ ഞാന് കൊണ്ടങ്ങോട്ട് ചേർത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കുട്ടി എന്നെ തട്ടിയപ്പോഴത്തേക്കും ഞാൻ താടിക്ക് കൈയും കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഈ തട്ടിയപ്പം എന്റെ ഈ താടി വന്ന് ഡെസ്കിന്റെ മോളിൽ തട്ടി. അപ്പം മോളത്തെയും താഴത്തെയും പല്ല് തമ്മിൽ കൂട്ടിയിടിച്ച് ഇങ്ങനെ അവിടുന്ന് ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഓൾറെഡി എനിക്ക് അല്ലാണ്ട് തന്നെ പല്ലീന്ന് എപ്പഴും ഈ ഡിസീസ് ഉള്ളവർക്ക് പല്ലീന്നും ചെവിന്നും മൂക്കിന്നൊക്കെ ബ്ലഡ് വരുന്നോണ്ട് എനിക്ക് എപ്പഴും പല്ലീന്നായിരുന്നു ഈ ബ്ലഡ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് ആ വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് പോലും ചില സമയത്ത് ഇങ്ങനെ ബ്ലീഡിങ് വന്നോണ്ടേയിരിക്കും. ഒരു ഫുഡും കഴിക്കാൻ പറ്റത്തില്ല. മീൻ കഴിക്കാൻ പറ്റത്തില്ല. അത് മുള്ളൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോ ചോറൊക്കെ കൊണ്ടാൽ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് ആരുടെ മുന്നിൽ ചിരിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. എപ്പഴും എന്റെ വായിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ നിറഞ്ഞു നിക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ ആരോടും മിണ്ടുവോ ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ അവര് പറയും മോളുടെ വായില് ബ്ലഡാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആരുടെയും മുന്നിൽ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മുറിവ് എനിക്ക് പറ്റുന്നത്.
അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എനിക്ക് സാധാരണ വായിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നതിന്റെ കൂട്ട് വന്ന് ഇത് മാറുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ തട്ടി ഉണ്ടായ ആ മുറിവ് എനിക്ക് ഒരു 3, 4 ആഴ്ച കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ലതായിട്ട് എനിക്ക് ബ്ലീഡിങ് വരാൻ തുടങ്ങി. ബ്ലീഡിങ് വന്ന് ഞാൻ കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം ആക്സിഡന്റ് പറ്റി റോഡീന്ന് ഒരു ആളിനെ എടുക്കുന്നതിന്റെ കൂട്ട് ഞാൻ ഫുള്ള് ബ്ലഡിൽ കുളിച്ച് കിടക്കും. മെത്തയും പില്ലോയും ഫുള്ളും അങ്ങ് ബ്ലഡ് ആവുമായിരുന്നു. അങ്ങനെ ഒരു 2, 3 ദിവസം ഒക്കെ ആയപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ബോംബെയിലാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷെ നാട്ടില് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എന്റെ അസുഖത്തിനെ പറ്റി അറിയാവുന്നവരും ആരുമില്ല. ഹോസ്പിറ്റലും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പൊ അന്ന് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ചർച്ചിലെ പാസ്റ്ററുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങള് അടൂരൊരു ഡോക്ടറിനെ പോയി കാണ്. വീട്ടിൽ ആ ഡോക്ടർ ഇരുന്ന് നോക്കും. അപ്പം വീട്ടിൽ പോയി കാണ്. ഡോക്ടർ എന്തെങ്കിലും നിങ്ങക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ പോയി കണ്ടു. അപ്പൊ ഡോക്ടർ എന്റെ ബോംബെയിലെ എല്ലാ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊന്ന് പോയി അപ്പം അമ്മയും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കൂടെ വരാൻ ആരുമില്ല. എപ്പഴും ഞങ്ങൾ ഒറ്റയ്ക്കാ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ. അപ്പൊ ആണുങ്ങളായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് അതിന്റേതായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് അവരാദ്യം മുതലുള്ള എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അവര് നോർമൽ ബ്ലീഡിങ് വരുന്ന സമയത്ത് പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന പ്ലാസ്മ തരും എനിക്ക്. അപ്പൊ പ്ലാസ്മ തന്നു കഴിയുമ്പോഴത്തേക്കിന് ബ്ലഡ് ക്ലോട്ട് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടും. പക്ഷെ 1, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് പിന്നെയും ബ്ലീഡിങ് വരും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പിന്നീട് അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് എന്റെ ഇടത്തെ സൈഡിലെ താടി അത്രയും മുറിച്ച് മാറ്റണം. അവിടെ ഇങ്ങനെ എനിക്ക് ട്യൂമർ ഉണ്ട്. അത് ഇച്ചിരി പഴകിയിട്ട് അവിടെ ഇങ്ങനെ എല്ലിങ്ങനെ പൊടിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അവിടെ അത്രയും എന്റെ ആ താടി അത്രയും മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓരോ മുറിവിനും എന്റെ ജീവൻ കിട്ടുമോന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് സർജറിക്ക് വേണ്ടി പേടിയായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കില് എനിക്ക് വേറെ വിഷയങ്ങളും ഉണ്ട്. അന്നേരം അമ്മ ലാസ്റ്റ് പറഞ്ഞു ഡോക്ടറെ ചെയ്തോളാൻ പറഞ്ഞ് അവരെന്നെ ഓപ്പറേഷന് തിയേറ്ററിൽ കേറ്റിയിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ കേറ്റിയിട്ട് ഡോക്ടേഴ്സ് പിന്നെ ഇറക്കി. അവർക്ക് മനസ്സില്ലാഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങള് പലവട്ടം ഇങ്ങനെ പോവും വരും ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അങ്ങനെ ഒരു ദിവസാണെങ്കില് ഞങ്ങൾ ഈ ഹിന്ദു മാർഗത്തിൽ വിശ്വാസത്തിൽ വന്നോണ്ട് പലർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പേടിയായിരുന്നു. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അന്ധകാര ശക്തി ഇങ്ങനെ അവരിലേക്ക് വരുവോ അങ്ങനെയൊക്കെ ഒരു പേടി കാരണം അങ്ങനെ എല്ലാവരും ഒന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ചുരുക്കം 2, 3 പേരൊക്കെ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു പാസ്റ്ററുകൾ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. സ്റ്റീഫൻ എന്നാ പാസ്റ്ററിന്റെ പേര്. അപ്പൊ പാസ്റ്റർ വന്നിട്ട് എപ്പോഴും എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. അത് ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്കിള് വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ റൂമില് വിരിച്ച് താഴെ ഇരുന്ന് ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. അന്നേരം അമ്മയും ഞാനും അമ്മയുടെ പപ്പയും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പാസ്റ്ററുകൾ ശക്തമായിട്ട് എനിക്കന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പാസ്റ്ററുകൾ പറഞ്ഞു, മോക്ക് നല്ല ക്ഷീണമുണ്ട്. അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ഞാന് അവിടെ എനിക്ക് നിൽക്കാനോ ഒന്നും വയ്യ. ഞാനൊരു ചെയറിൽ പോയിരുന്ന് അങ്ങ് ഒരു കൊഞ്ച് ചുരുണ്ട് കൂടി ഇരിക്കുന്നതിന്റെ കൂട്ടി ഇരുന്നപ്പോഴത്തേക്കിന് അവിടെ അമ്മയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലില്. അപ്പൊ അവര് വന്ന് എന്നെ നോക്കിയിട്ട് എന്റെ HB ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് അപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു പറഞ്ഞു. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളിനോട് പറഞ്ഞു കുഞ്ഞിനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ബണ്ടില് പോലത്തെ ഒരു പഞ്ഞിക്കെട്ടാ. അപ്പൊ അതെന്റെ വായിൽ വെക്കും, ഇങ്ങനെ നിറയും കളയും. അങ്ങനെ 2, 3 ബണ്ടിലുണ്ട്. അത് വെച്ചോണ്ടായി പോകുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് എന്റെ ട്രിപ്പ് നിന്നുപോയി. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളെ ഞാൻ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് അമ്മ ഓർത്ത് നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് അവസാനത്തെ ആഗ്രഹം ഇല്ലേ, അത് ഞാൻ പറയുമായിരിക്കും. പിന്നെ എനിക്ക് അനക്കം ഒന്നുമില്ല. അപ്പൊ അമ്മ ദാസങ്ങൾ വണ്ടി ഓടിക്കുന്ന അങ്കിളുടെ പേര്, അങ്കിളിനോട് പറഞ്ഞു, അച്ഛാ കുഞ്ഞ് മരിച്ചെന്ന് തോന്നുന്നു, അനക്കം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിൾ ആണെങ്കിൽ പറഞ്ഞു, ഗിരിജ അങ്ങനെയൊന്നും പറയില്ല. 3 തവണ എന്നിട്ട് അങ്കിള് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട്
അമ്മ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. യേശുപ്പച്ചാ ഇങ്ങനെ വിശ്വാസത്തിൽ വന്നു, ബന്ധുക്കോസി വന്നു. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പഴത്തേക്കിന് ഹിന്ദു മാർഗത്തിലുള്ള എല്ലാവരും കുടുംബക്കാരൊക്കെ പറയും ബന്ധുക്കോസിൽ പോയി ഭർത്താവ് മരിച്ചു. ഇപ്പം മോളും മരിച്ചു. അത് ബന്ധുക്കോസിൽ പോയതാന്നും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തും. അത് ദൈവനാമം അവിടെ ദുഷിക്കുവല്ലേ. അപ്പൊ അതിനിട വരുത്താതെ എന്റെ കുഞ്ഞിന് ജീവൻ തന്നാലേ ഞാനും കുഞ്ഞൂടി എന്റെ യേശുപ്പച്ചന്റെ വേല ചെയ്യാവുന്നൊരു തീരുമാനം അമ്മ ആ കാറിനകത്ത് വെച്ചെടുത്തു. അപ്പൊ തന്നെ ഞാൻ അവിടെ എഴുന്നേറ്റിരുന്നു. അപ്പൊ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് കാറിലോട്ട് കയറ്റുന്ന സ്ട്രക്ചറിലായിരുന്നു. പക്ഷെ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഐസിയുവിലോട്ട് കേറുന്നത് ഞാന് നടന്നാ പോന്നത്. അങ്ങനെ ദൈവം എനിക്ക് അവിടുന്ന് ഒരു വിടുതല് തന്നു. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് ലാസ്റ്റ് ആയിട്ട് ഞങ്ങളോട് പറഞ്ഞു, "ഇനി ഇങ്ങോട്ട് വരണ്ട. അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്ലാസ്മ മാത്രമേ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇനി എന്തോ ഉണ്ടെന്നുണ്ടെങ്കില് സിഎംസി വെല്ലൂർ പോണംന്ന്" പറഞ്ഞു. അങ്ങനെ സിഎംസി വെല്ലൂർ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴത്തേന് അവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അവിടെ ട്യൂമർ എനിക്കൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഞങ്ങക്ക് പുറത്ത് ലോഡ്ജ് ഒക്കെ എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഡോക്ടർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഒരു കർണാടക ഡോക്ടർ. അങ്ങനെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കേറ്റി. കേറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ കേറ്റി ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററിലോട്ട് കേറ്റി. പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ ഞങ്ങളോട് നല്ലതായിട്ട് സഹകരിക്കുന്നു. അപ്പം തിരുവനന്തപുരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു അവിടെ ലക്ഷങ്ങൾ കൊണ്ടുപോയാലും നമുക്ക് സിഎംസി വെല്ലൂർ നമുക്ക് സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വരാൻ പറ്റുമോന്ന് അറിയത്തില്ല. നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമോന്നൊന്നും അറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ഥാനത്ത് അമ്മയുടെ കയ്യില് വെറും 15,000 രൂപ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. ആ പൈസയും കൊണ്ടാ ഞങ്ങള് പോന്നത്. അതും ഞങ്ങളുടെ കൂട്ടത്തെ ആൾക്കാരോ ആരും ഇല്ല. അമ്മയും ഞാനും അമ്മയുടെ അമ്മ മാത്രേ ഉള്ളായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേനും അവിടുത്തെ ഡോക്ടേഴ്സിന് ഭയങ്കര വിഷമം പോലെ തോന്നിച്ചു. അപ്പം ഒരു ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, "ഇവിടെ ഇഷ്ടം പോലെ പേഷ്യൻസ് ഇതിലും സീരിയസ് ആയിട്ട് വരുന്നു. പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും കേട്ടിട്ടും കണ്ടിട്ടും വിഷമം വരത്തില്ല. പക്ഷെ നിങ്ങടെ കാര്യം കേട്ടപ്പോ എന്തോ ഉള്ളിൽ ഒരു വിഷമം വരുന്നെന്ന് പറഞ്ഞു." അപ്പൊ ദൈവം കൊടുത്ത ആ ഒരു സ്നേഹമായിരിക്കും, ദൈവ സ്നേഹമായിരിക്കും. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേറ്റി. കേറ്റുന്ന സമയത്ത് ദൈവം ആ ഡോക്ടർമാരുടെ ഉള്ളത്തിലോട്ട് ഇടപെട്ട് അവര് മെയിൻ സർജറി ചെയ്യാതെ മെയിൻ സർജറി പോലെ ബയോപ്സി ചെയ്തിട്ട് അവര് അവിടുന്ന് ഒരു സ്കിൻ എടുത്ത് ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവര് ലാബിൽ അയച്ചു കൊടുത്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോ ദൈവത്തിന്റെ കൃപയാൽ അവിടുന്ന് ആ ട്യൂമർ എന്ന് പറയുന്ന സംഭവമില്ല. പൂർണ്ണ ഒരു വിടുതൽ ദൈവം എനിക്ക് അവിടുന്ന് തന്നു. അന്ന് ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം നിങ്ങൾക്ക് പൂർണ്ണ ഒരു ഹീലിംഗ് തന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചു. അങ്ങനെ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ വന്ന് ചേർന്നു. അങ്ങനെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിന് എനിക്ക് മെൻസ്ട്രേഷൻ വന്നു. അങ്ങനെ പിന്നെ എനിക്ക് ബ്ലീഡിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനിടയായി. അപ്പോ എനിക്ക് ബ്ലീഡിങ് വരുമ്പോഴത്തേക്കിന് ഒരു 6 മന്ത്സ് ഒക്കെ നല്ല ബ്ലീഡിങ് കാണും. അങ്ങനെ പലവട്ടം ബ്ലീഡിങ് ആയി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ആദ്യം ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കിന് അവിടെ എനിക്ക് ഫാക്ടറേറ്റ് ഒന്നും ഇല്ലായിരുന്നു. എമർജൻസി ആയിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വന്ന് പോകുമ്പോഴത്തേക്കിന് അവര് ഫാക്ടറേറ്റ് കേറ്റും. അപ്പം അത് വെല്ലൂർ മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫാക്ടറേറ്റ് വരുവാനിടയായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നീട് വയ്യാണ്ട് വരുമ്പോഴത്തേക്കിന് അവിടെ പോയി ഫാക്ടറേറ്റ് ഒക്കെ കേറ്റുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ബ്ലീഡിങ് വന്ന് എന്റെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം പോയിട്ട് എനിക്ക് എപ്പോഴും ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പലവട്ടവും ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഞാന് വീട്ടിലിങ്ങനെ വീഴും. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ പുറത്തു പോകുമ്പോഴോ ഞാൻ യാത്രകളൊക്കെ ചെയ്യുമ്പോഴും ഈ 5 പോയിന്റ് ബ്ലഡിൽ ഞാൻ അവിടെങ്ങും തല കറങ്ങി വീഴാനേ ഇടയായിട്ടില്ല. എന്റെ ഭവനത്തില് ഒരു വട്ടം ഞാനിങ്ങനെ ആദ്യമായിട്ട് എനിക്ക് പീരീഡ്സ് വന്നപ്പോഴത്തേക്കും തല കറങ്ങി താഴെ വീണു. ഡോക്ടേഴ്സ് ഒക്കെ ശരിക്കും പേടിച്ചു. കാരണം എന്റെ ശരീരത്തിലെ ബ്ലഡ് ഫുള്ള് പോയിട്ട് പിന്നെ വെള്ളമായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നെ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം അവിടുന്ന് എന്നെ വിടുവിച്ചു. അന്നേരം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുപ്പച്ചൻ അവസാനത്തെ തുള്ളി ഉം. രക്തം വരെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. അപ്പൊ എന്റെ ശരീരത്തില് ബ്ലഡ് ഒട്ടും ഒരു പോയിന്റ് പോലും ഇല്ലെന്നുണ്ടെങ്കില് ആ മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന യേശുപ്പച്ചൻ എന്നെ ജീവിപ്പിക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ദൈവം എന്നെ നടത്തി. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ഒരു സ്റ്റൊമക്കിൽ ഒരു പെയിൻ പോലെ വന്നിട്ട് ഒരു സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയമായിരുന്നു. അങ്ങനെ എന്റെ വയറെല്ലാം കൂടി എന്റെ ബോഡി ഫുള്ളും അങ്ങ് വീർത്തു. അന്നേരം അമ്മ ആദ്യം വിചാരിച്ചു എനിക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വല്ലാന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഗ്യാസിനുള്ള മരുന്നൊക്കെ കഴിച്ചു. പക്ഷെ എനിക്ക് അത് ഉവ്വ. മാറുന്നില്ല. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ ഡയറ്റ് എത്ര കോളേജിൽ എത്രയായിട്ട്? അങ്ങനെ എന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയി.
കൊണ്ടുപോയ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു അത്യാവശ്യമായിട്ട് സർജറി വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടത്തില്ലാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഐസിയുവിലോട്ട് കേറ്റി അവര് 10:30 ഒക്കെ ആയപ്പോഴത്തേക്കിന് സർജറി ചെയ്യാനുള്ള ടൈം എല്ലാം ഓക്കെ ആക്കി. അങ്ങനെ ഓക്കെ ആക്കിയിട്ട് ആഹ് അമ്മയോട് പറഞ്ഞു എന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, എസ്ഐടി മെഡിക്കൽ കോളേജ്, ഹെമറ്റോളജി ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റാ നോക്കുന്നത്. അപ്പൊ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞു എസ്ഐടിന്ന് ഡോക്ടേഴ്സിനെ വിളിച്ചോണ്ട് വന്ന് അവരോട് ചേർന്നിട്ട് വേണം എന്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓപ്പറേഷന്റെ ടൈം എല്ലാം തീരുമാനിച്ചു വെച്ചിട്ട് അമ്മ എസ്ഐടി പോയി ഡോക്ടേഴ്സിനോട് സംസാരിച്ചു. സംസാരിച്ചെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മ എന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ എസ്ഐടിയിലെ ഡോക്ടേഴ്സ് എന്റെ അടുത്ത് വന്നായിരുന്നു. അടുത്ത് വന്നിട്ട് അപ്പൊ എന്റെ വയറ് ആ ഒരു ടൈമിൽ നോക്കിയപ്പോ 50 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. ഈ മെയിൻ ഡോക്ടേഴ്സ് വന്ന് എന്റെ വയറിങ്ങനെ വണ്ണം നോക്കിയപ്പോഴത്തേക്കിന് 20-24 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പം ഡോക്ടേഴ്സ് പിജി ഡോക്ടേഴ്സിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവര് നോക്കിയതിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവര് ഒത്തിരി വഴക്ക് പറയാനായിട്ട് തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു അല്ല കറക്റ്റ് ആയിട്ടാ നോക്കിയെ. അപ്പൊ എന്റെ വയറ് നല്ല സോഫ്റ്റ് ആയി. അന്നേരം അമ്മ ആ ഒരു സമയത്ത് ഈ എസ്ഐടിന്ന് ഡോക്ടേഴ്സിനെ വിളിച്ച് വരുന്ന സമയത്ത് രാത്രിയില്ല. അപ്പൊ ആണുങ്ങളായിട്ട് ആരും ഞങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെ വിഷമിച്ച് അമ്മ ആ റോഡിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമേ 2008 എന്റെ കുഞ്ഞിനെ ദൈവം കത്തി വെക്കാതെ ആ ഓപ്പറേഷനിൽ നിന്ന് വിടുവിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കില് ഈ സമയത്തും കത്തി വെക്കാൻ ഇടയാവല്ല. അതിന് ദൈവം ഇടയാക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കരഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന സമയത്തായി ഡോക്ടേഴ്സ് എന്റെ അടുത്ത് നിന്നിട്ട് അമ്മയോട് പറഞ്ഞു ഓപ്പറേഷന്റെ ഒരാവശ്യമില്ല. വയറിനകത്ത് ഒരു കുഴപ്പവും ഇല്ല. വയറ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ആയാൽ മതി. ഒരു കുഴപ്പവും ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പഴും അവർക്കും അതിശയാ ഞങ്ങൾക്കും അതിശയാ. പക്ഷെ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയാന്ന് ഞങ്ങൾക്കത് മനസ്സിലായി. അങ്ങനെ ദൈവം ആ ഒരു സമയത്ത് എനിക്ക് ഒരു വലിയൊരു വിടുതല് തന്നു. പക്ഷെ പിന്നീട് എനിക്കിങ്ങനെ ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് എനിക്കിങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട്, പ്രയാസമൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു. ഒരു കംപ്ലീറ്റ് ഒരു ഹീലിംഗ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് ഈ കൊറോണയുടെ ഒക്കെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഇതേ കൂട്ട് വയ്യാണ്ട് വന്നു. ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടുണ്ട്. എനിക്കിങ്ങനെ നല്ല ബ്ലീഡിങ്ങും ആയിപ്പോയി. അപ്പൊ അമ്മ പറഞ്ഞു സാരമില്ല നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അമ്മേ. കാരണം അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കൊറോണ വരും. എനിക്കും പെട്ടെന്ന് വരും. അപ്പൊ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായോണ്ട് ഡേഞ്ചർ ആയിരിക്കും അത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ ഇത്രയും സഹിച്ചു. എനിക്ക് വയ്യ. അപ്പം ആ ഒരു സമയത്തൊക്കെ ഞാൻ ഒത്തിരി എന്റെ മൈൻഡ് ഒത്തിരി ഡിപ്രഷനിലോട്ട് പോയി. കാരണം എപ്പഴും ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാന് +2 ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് നഴ്സിംഗ് പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. വയ്യാണ്ട് വന്നിട്ട്. അപ്പൊ അങ്ങനെ ആകെപ്പാടെ ഞാന് മൊത്തത്തിൽ ഇങ്ങനെ വിഷമിച്ചു. ഇനി ജീവിക്കേണ്ടാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കാരണം അമ്മയ്ക്ക് ബുദ്ധിമുട്ട്. പലരും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അപ്പം കുഞ്ഞിലൊക്കെ എനിക്ക് വയ്യാണ്ട് വരുമ്പോ എല്ലാവരും പറയും അമ്മയുടെ തെറ്റുകൊണ്ടാ എനിക്കിങ്ങനെ വയ്യാതെ വരുന്നേന്ന് പറയായിരുന്നു. പിന്നെ ഞാനൊരു മെച്യൂർഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാരും പറഞ്ഞു എന്റെ മിസ്റ്റേക്ക് കൊണ്ടാ ഇങ്ങനെ എനിക്ക് വയ്യാതെ വരുന്നത്. അപ്പൊ പ്രാർത്ഥിക്കാൻ വരുന്നവര് പോലും ചില സമയത്ത് നമ്മളെ ഒരു നമുക്കൊരു വേദന തരുന്ന വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും വിഷമം വരും. അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എപ്പഴും ഇങ്ങനെ ബ്ലീഡിങ്, അമ്മയ്ക്കും ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെപ്പാടെ വീട്ടിലും ഞങ്ങടെ കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഇനി എനിക്ക് ജീവിക്കണം. ഞാൻ എപ്പഴും പ്രാർത്ഥിക്കും. എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ദൈവമേ എനിക്കിനി അടുത്തൊരു വർഷം വേണ്ട. കാരണം എനിക്കിനി ഇങ്ങനെ സഹിക്കാൻ വയ്യ. ഈ ബ്ലീഡിങ് വന്ന് ബ്ലഡ് ഒക്കെ നഷ്ടമായി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ശരീരത്തിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും ചില സമയത്ത് ഞാൻ വിചാരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ജീവനോടെ കാണത്തില്ല. അത്രയ്ക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യും. അപ്പം ആരെങ്കിലും ചെറിയ വാക്കുകൾ പറഞ്ഞാലും നമുക്കതൊരു വലിയൊരു വിഷമമായിട്ട് മാറും. ആ ഒരു സമയം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അമ്മ മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പം അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഭൂമിയില് നമുക്കൊരു വിധവയും ഒരു രോഗിയുമായിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നുള്ള കാരണം. കാരണം നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ എന്നും ഒരു കുറ്റമുള്ളവരെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനോ കൈത്താങ്ങലോ അങ്ങനെ ഇങ്ങനെ ആരും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ ഈ നഴ്സിംഗ് കൂടെ നിർത്തി വന്നപ്പോ എല്ലാവരും എന്നോട് പോവരുത് പോവരുതെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട്.
പക്ഷെ എനിക്ക് അതാ ഇഷ്ടം. കുഞ്ഞിലെ മുതൽ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഒക്കെ കണ്ടു വന്നോണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്റെ നിർബന്ധപ്രകാരം പോയിട്ട് നിർത്തിയിട്ട് വന്നപ്പം ആ ഒരു കുറ്റപ്പെടുത്തലൂടെ എനിക്കായി. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് ഇങ്ങനെ ഇരുന്ന് മരിച്ചാലോ എന്ന് പലപ്പോഴും ഞാൻ മരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വരെയുണ്ട്. കാരണം അപ്പൊ ചോദിക്കും, നമ്മള് വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നുമോ, അത് ശരിയാണോ എന്ന് ചോദിക്കും. പക്ഷെ ബൈബിളിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പൊടി എന്ന് അവൻ ഓർക്കുന്നെന്ന്. മാനസികമായിട്ടുള്ള നിലയിൽ ചില സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാണ്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്താണ് നമ്മുടെ മരിച്ചുപോയ ചിക്കു കുര്യാക്കോസ് പറയുന്ന ഒരു അച്ഛച്ചന്റെ ഒരു സാക്ഷി. അച്ഛച്ചന്റെ പാട്ടുകൾ എപ്പോഴും ഞാൻ കേൾക്കുമായിരുന്നു. അപ്പം അച്ഛച്ചന്റെ സാക്ഷി ഇങ്ങനെ കേൾക്കാനായിട്ടില്ല. അച്ഛച്ചന് ക്യാൻസർ വന്ന് ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ട് അതിൽ നിന്ന് ദൈവം വിടുവിച്ചോണ്ട് വന്നേ. അപ്പം അച്ഛച്ചന്റെ ഒരു സാക്ഷ്യത്തെ ഞാനിങ്ങനെ കേട്ടു. അച്ഛച്ചന് വയ്യാതെ കിടന്ന് ബെഡിൽ കിടക്കുമ്പോഴത്തേക്കിന് ആ സഭയിലെ ആൾക്കാരും ബന്ധുമിത്രാദികൾ എല്ലാവരും വന്ന് അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ബന്ധുമിത്രാദികൾ പറഞ്ഞു, അവര് വേറെ പള്ളിയിൽ നിന്ന് കൺവേർട്ടഡ് ആയിട്ട് വന്നേ. അപ്പൊ അതിന്റെ പാപം കൊണ്ട് പുണ്യാളന്മാരും കാരണം അവർക്ക് അങ്ങനെ വന്നതാണ്. പാസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു, അവര് പാപം ചെയ്തോണ്ട് അവർക്ക് അങ്ങനെ വയ്യാതെ വന്നേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഒരു പാസ്റ്ററിന്റെ മകനായിട്ടും എല്ലാ ആൾക്കാരും ഉണ്ടായിട്ടും അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ സാധാരണക്കാരായ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ കാര്യമില്ല. എന്നിട്ട് അച്ഛച്ചന് അതിനകത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും വീഴുന്നവനെ കണ്ട് നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ലാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതെല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല ഈ കുറ്റം. അത് ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നോണ്ടാന്ന് എനിക്ക് മനസ്സിലായ ആ വേദനകള്. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു, ദൈവമേ എന്ത് വന്നാലും ഞാൻ ദൈവസന്നിധി വിട്ടു മാറത്തില്ല. ആഹ് ഞാൻ ഇനി മരിക്കുക എന്നുള്ള ഒരു തീരുമാനം, ആ ഒരു കാര്യം ഞാൻ ചിന്തിക്കത്തേയില്ല. എന്ത് വന്നാലും അത് പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നാ മതി എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. അപ്പൊ അങ്ങനെ പിന്നീട് ഈ കൊറോണ സമയത്ത് എനിക്കും ബ്ലീഡിങ് ആയിരുന്നു. ആ സെയിം ടൈം തന്നെ അമ്മയ്ക്കും ശ്വാസംമുട്ടലിന് ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ദൈവം എനിക്ക് വിടുതൽ തരുവാണെന്നുണ്ടെങ്കിൽ ഈ ഭവനത്തിൽ തരണം. ഇത്രയും നാള് ഞാൻ അനുഭവിച്ചു. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ദൈവം എന്തുവാന്ന്, എനിക്ക് മരണമാണോ ജീവിതമാണോ എന്ത് തന്നാലും ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. എനിക്കിനി എങ്ങും പോണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് ഒരു രാത്രി സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്കിതങ്ങ് കൂടി. അന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു സമയം. അന്ന് ഭവനത്തിൽ വരാനൊന്നും പറ്റത്തില്ല. കൊറോണ ആയോണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയോണ്ട്. അപ്പൊ ഒന്നുകൂടി ആരും ഇല്ലാണ്ട് ഒരവസ്ഥ കൊറോണയുടെ ടൈമില്. ഞങ്ങളുടെ കയ്യില് പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാന് രാത്രിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ ബ്രീത്തിങ് പ്രോബ്ലം നല്ലതായിട്ട് വന്നു. അപ്പൊ അമ്മ എന്റെ കട്ടിലിന്റെ അടുത്തിരുന്ന് വലിയ വായിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞാന് അമ്മയോട് പറഞ്ഞു, അമ്മേ എന്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാതെ. കാരണം എനിക്ക് ആ ഒരു അമ്മയുടെ ആ ഒരു വിഷമം കൂടി കേൾക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം എന്റെ ശരീരത്തിൽ ആ ടൈമിൽ ഒട്ടും ബ്ലഡ് ഇല്ല. അതിന്റെ അടുത്ത് ഈ കരച്ചിലൂടെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാറിയിരുന്ന് എനിക്ക് എന്റെ അടുത്തിരുന്ന് കരയണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹാഗാർ പൈതലിന് വേണ്ടി മരുഭൂമിയിൽ വെച്ച് കരയുന്ന ആ ഒരു ഹാഗാറും പൈതലിന്റെ ആ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ വീട്ടില്. അങ്ങനെ ഹാഗാറിന്റെ കരച്ചിൽ കണ്ട ദൈവം അമ്മയുടെ കരച്ചിലും കണ്ട്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കിന് ദൈവത്തിന്റെ കൃപയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം. ഞാൻ മെഡിസിനും കഴിച്ചിട്ടില്ല, ഫാക്ടേറ്റും എടുത്തിട്ടില്ല, ഒന്നും ഇല്ല. പക്ഷെ എന്റെ നോർമൽ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ബ്ലഡ് ഒക്കെ എത്ര ഉണ്ടെന്ന് നോക്കാന്ന് പറഞ്ഞു. അവിടെ പോയി സാധാരണ ഈ ബ്ലീഡിങ്ങിൽ എനിക്ക് 3.4 ഒക്കെ ആവുന്നത്. അന്ന് എനിക്ക് ഒത്തിരി കൂടുതലല്ല, എങ്കിലും എനിക്ക് 5 ഉണ്ടായിരുന്നു HB. അത് ഒത്തിരി കുറവാ, എങ്കിലും സാധാരണ ലെവലില് എനിക്ക് ഇച്ചിരി കൂടുതൽ ഉണ്ടായിരുന്നു അന്ന് HB. അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്റെ ഹെമറ്റോളജി ഡോക്ടർ ഹരീഷൻ ഡോക്ടർ ട്രിവാൻഡ്രത്തെ, ആ ഡോക്ടറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഡോക്ടറിന്റെ നമ്പർ കൊടുത്തു. അപ്പം ഈ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടറും ഹരീഷൻ ഡോക്ടറും ഹെമറ്റോളജി ഡോക്ടറും തമ്മിൽ വിളിച്ച് സംസാരിച്ചിട്ട് ഹരീഷൻ ഡോക്ടർ 3-4 മെഡിസിന്റെ പേര് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഈ ഹരീഷൻ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ 2-3 മെഡിസിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ അത് പ്രാർത്ഥിച്ച് കഴിക്കുക. ആദ്യമായിട്ട് ഡോക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞു. ഡോക്ടർ ഒരു ഹിന്ദു ആണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഈ മെഡിസിൻ പ്രാർത്ഥിച്ച് കഴിക്കെന്ന് പറഞ്ഞു. ഒരിക്കലും എനിക്ക് ഫാക്ടേറ്റ് എടുക്കാണ്ട് എന്ത് എന്റെ ശരീരത്തിൽ ചെയ്താലും എനിക്കത് ശരീരത്തിൽ യൂസ് ആവുന്നതല്ല. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഈ മെഡിസിൻ കഴിച്ചപ്പോഴത്തേക്കിന് എന്റെ ബ്ലീഡിങ് കുറഞ്ഞ് ആ ഒരു നോർമൽ ലെവലിലോട്ട് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി.
അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഒരു പ്രത്യാശ തന്നു. കാരണം അത്രയും നാളും എനിക്ക് എന്റെ ജീവിതത്തിലെല്ലാം എനിക്ക് നഷ്ടമായി. കാരണം ഈ നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിനൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് സ്റ്റോപ്പായി. എല്ലാവരുടെ മുന്നിൽ ലജ്ജിക്കപ്പെട്ടു ഒരു കുറ്റപ്പെടുത്തലും അപമാനവും ഒക്കെ ആയിട്ട് പോന്ന സമയത്ത് ഈ ഒരു വിടുതല് ദൈവം എനിക്ക് അവിടെ തന്നപ്പോ എനിക്ക് ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് എനിക്കവിടെ ബ്ലീഡിങ്ങിന്റെ ആ ഒരു ഇത് എനിക്കവിടെ മാറാനിടയായി. അപ്പൊ ഒരു ആന്റി എന്നെ വിളിച്ച് എപ്പഴും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആന്റി ഹിന്ദു ഒരു വിശ്വാസത്തിലുള്ള ഒരു ആന്റി. ആന്റി എന്നെ എപ്പഴും വിളിച്ച് സംസാരിക്കുമ്പോ പറയും, മോള് ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ മോക്ക് എന്തോ ഒരു വിടുതല് കിട്ടാത്തെ? യേശുപിതാവ് സൗഖ്യം കൊടുക്കുമല്ലോ, ബൈബിൾ ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ തമാശക്ക് ഞാൻ ആന്റിയോട് പറയുമായിരുന്നു, ആന്റി ബൈബിള് രക്തസ്രാവക്കാരി സ്ത്രീക്ക് ദൈവം 12 സൽവത്സരം ആയപ്പോഴത്തേക്ക് ഞാൻ സൗഖ്യം കൊടുത്തത്. എനിക്കും ദൈവം 12 സൽവത്സരം ആകുമ്പോ സൗഖ്യം തരുമെന്ന് ഞാൻ തമാശക്ക് ചുമ്മാ ആന്റിയോട് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ എന്റെ പീരീഡ്സ് വന്ന ആ ഒരു കൊറോണ ആ ടൈം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് 12 സംവത്സരം ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്കും ദൈവം വിടുതല് തന്നു. കാരണം ഞാന് തമാശക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ ദൈവം ആ ഒരു വാക്കിലൂടെ ദൈവം പ്രവർത്തിക്കാനിടയായി. അങ്ങനെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥന കൊണ്ട് ദൈവം ഇത്രത്തോളം എന്നെ കൊണ്ടെത്തിച്ചു. അങ്ങനെ പിന്നീട് ഞാന് തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് VBS വെക്കേഷൻ ബൈബിൾ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ അതിനകത്തൊക്കെ പോയപ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി സന്തോഷം, മാനസികമായിട്ടും ആത്മീയപരമായിട്ടും ഒക്കെ എനിക്ക് ഒത്തിരി സന്തോഷമൊക്കെ ദൈവം എനിക്ക് അങ്ങനെ തന്നു. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് നഴ്സിങ്ങിന്റെ ഒരു താല്പര്യമൊക്കെ പിന്നെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഒരു വട്ടം അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇതാ മോന് പഠിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്ക്, പ്രാർത്ഥിക്ക്, നമുക്കത് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. കാരണം ഇനി എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്റെ ആഗ്രഹങ്ങളെല്ലാം അസ്തമിച്ചു. ഇനി ഒരിക്കലും അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ വന്ന ഒരു പാസ്റ്റർ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കി. അപ്പം എന്നോട് എന്തുവാ ഇപ്പൊ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്കിൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, നഴ്സിംഗ് ഒക്കെ സ്റ്റോപ്പ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് പറഞ്ഞു, മോക്ക് ദൈവം വിടുതൽ തന്നു എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മോള് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം, ദൈവം സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീട് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര പ്രതികൂലവും കാര്യങ്ങളും. ഞാൻ അഡ്മിഷൻ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ഓരോ സമയത്തും ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് പഠിക്കാൻ പറ്റുമോ, ഇനി എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ? കാരണം ഞാൻ ഒരു 5 വർഷത്തോളം പഠിക്കുന്ന ആ ഒരു മൈൻഡ് എല്ലാം മാറി. എനിക്ക് എങ്ങനെ പഠിക്കണം അതെല്ലാം ഞാൻ മറന്നുപോയായിരുന്നു. പക്ഷെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാമിന്റെ സമയത്ത് ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ നഴ്സിങ്ങിന് കയറിയപ്പോ മുതൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവം എന്റെ കൂടെ ഇരുന്ന് ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ എല്ലാ എക്സാമിനും, ഇതുവരെയുള്ള എല്ലാ എക്സാമിനും നല്ല മാർക്കോടുകൂടെ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സാകാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പൊ ഞാൻ തേർഡ് ഇയറിലോട്ട് ഞാൻ കയറി. എത്രത്തോളം ദൈവം എന്നെ നടത്തി. അപ്പോ ആ ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറിയപ്പോഴത്തേക്കിന് അല്ലാണ്ട് ഓരോ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരാനിടയായി. അപ്പൊ ഓരോ എക്സാമിന്റെ സമയത്തും ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്ക് ഈ വട്ടം എക്സാം എഴുതാൻ പറ്റുമോ, ഈ വട്ടം എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാന് എക്സാം 4th സെമ്മിന്റെ എക്സാം എഴുതിയിട്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുക. തിയറി എക്സാം കഴിഞ്ഞ് നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ബാംഗ്ലൂരിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഈശോപ്പ ഇത്രയും വരെ എന്നെ കൊണ്ടുവന്നു, സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആയി. പക്ഷെ ഞാന് സമാധാനത്തോടെ ഒരു എക്സാം പോലും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫിനാൻഷ്യൽ. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കും. എപ്പോഴും ഇങ്ങനെ ഞാൻ സംസാരിക്കും. അതിപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പം വണ്ടിയിലായിരിക്കും, ചിലപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കും, എപ്പോഴും ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പം ദേഷ്യം പോലെ സംസാരിക്കും, ചിലപ്പോൾ സ്നേഹത്തോടെ. കാരണം വേറെ ആരും എനിക്ക് ദേഷ്യപ്പെടാനോ ഒന്നും ഇല്ല. യേശുപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ഞാൻ ഇങ്ങനെ യേശുപ്പച്ചനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ട്രെയിൻ കയറുന്ന സമയത്ത് ഞങ്ങക്ക് 8:10ന്റെ ട്രെയിനാ. അപ്പം നേരത്തെ അന്ന് ട്രെയിൻ കൊണ്ടുവന്നിടും. അപ്പൊ ഈ ഡോറിന്റെ അടുത്ത് നിന്നാല് പെട്ടെന്ന് ട്രെയിനിൽ കയറിയിരിക്കും. അപ്പം ഓൾറെഡി ഞാൻ നല്ല ടയേർഡ്, എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു.
അപ്പൊ എങ്ങനെങ്കിലും എനിക്ക് ട്രെയിനിൽ കയറി ഒന്ന് ഇരുന്നാ മതിയെന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാന് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഡോറിന്റെ അടുത്തൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നതാ. അപ്പൊ ട്രെയിൻ അങ്ങൂന്ന് വരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും ഇല്ലാത്ത എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ട്രെയിനിൽ കയറുന്നതിന് മുന്നേ ദൈവമേ സീറ്റ് കിട്ടണേ, കയറാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ അന്ന് ഞാൻ ഒരു 5-10 മിനിറ്റ് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും വരുത്താതെ എനിക്ക് കയറാൻ പറ്റണേ എന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ട്രെയിൻ വന്ന് നിന്ന് ഈ കേറുന്ന സമയത്ത് ഈ തിരക്ക് കൊണ്ട് എന്റെ വലത്തെ കാല് ഫുള്ള് പ്ലാറ്റ്ഫോമിന്റെയും ട്രെയിനിന്റെ ഇടയ്ക്കായിപ്പോയി. അപ്പൊ എനിക്കിത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമിൽ ഒട്ടും ഒന്ന് നിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും തിരക്ക്. ഇതിനിടയ്ക്ക് 2 പിള്ളേർക്ക് ശ്വാസം മുട്ടല് വന്ന് അവര് തിരിച്ചുപോയി. അങ്ങനെ ബുദ്ധിമുട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് എന്റെ ഈ കാല് ഇങ്ങനെ അടിയിലോട്ട് പോയി. അപ്പം ഇതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എന്റെ കാല് അടിയിലോട്ട് പോയി. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ച് പൊക്കി. ഈ പൊക്കുന്ന സമയത്ത് കാല് ബെൻഡായി ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും പറ്റാണ്ട്, ഒരു മുറിവ് പോലും പറ്റാണ്ട് എനിക്ക് പുറത്ത് എന്റെ കാല് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ ഈ പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ തിരക്ക് കാരണം ഈ ആൾക്കാരെല്ലാം കൂടി വന്നിടിക്കുന്ന ആ ഒരു ഫോഴ്സാണ് ഞാൻ അവിടെ കമന്നടിച്ച ആ പ്ലാറ്റ്ഫോമിന്റെ മണ്ടയ്ക്കോട്ട് വീണു. വീണിട്ട് ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ കേറാൻ വരുന്നവരെല്ലാം എന്റെ മോളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിക്കൊണ്ടാ ഓടുന്നത്. ഈ ഷൂ ഇട്ട് ചവിട്ടുമ്പോ ഭയങ്കര വേദനയാ. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു, ആരെങ്കിലും രക്ഷിക്കണം. പക്ഷെ ഒറ്റ മനുഷ്യനും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഈ വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാം ചവിട്ടുകൊണ്ട് ഞാൻ അവിടെ കിടന്നപ്പോഴത്തേക്കിന് ഒരു മോൻ വന്നിട്ട് പറഞ്ഞു, ആർക്കും മനസ്സാക്ഷിയില്ല, ഒരു കൊച്ച് ചവിട്ടുകൊണ്ട് കിടക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ശ്വാസം വിടാൻ പോലും വയ്യ. എനിക്ക് അത്രയ്ക്കും വയ്യ. അപ്പൊ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ ആ ഒരു കണ്ടീഷനിൽ ഹോസ്റ്റലിൽ ചെന്നാല് നോക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ അമ്മയോട് ഒന്നും പറയാണ്ട് ഞാൻ നാട്ടിൽ കേറി വന്നു. അങ്ങനെ ആ ഒരു സമയത്ത് വലിയൊരു ആപത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ നാട്ടിൽ വന്നിട്ട് എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ എടുത്ത് നോക്കിയപ്പം ദൈവം ഒരു പൊട്ടലോ, ഒരു എല്ലിന് ഒരു പൊട്ടലോ ഒന്നും ഇല്ലാതെ ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചു. പക്ഷെ എനിക്ക് നല്ല ചതവിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ റെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം മുമ്പേ ഞാന് മീറ്റിങ്ങിന് കേറുന്ന സമയത്ത് ഒരു അങ്കിൾ ഇങ്ങനെ മെസ്സേജിലൂടെ പറയാനിടയായി, ഒരനർത്ഥം കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു അനർത്ഥം. പക്ഷെ ഓരോ അനർത്ഥവും മറ്റേ അനർത്ഥത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ ധൈര്യം നൽകുന്നതായിരിക്കും. അപ്പോ ഞാൻ പലപ്പോഴും വിചാരിക്കും ഇതിലൂടെ ഞാൻ കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ ദൈവം നമ്മുടെ വിലാപങ്ങളെ സന്തോഷമാക്കി തീർക്കും. അങ്ങനെ ദൈവത്തിലൂടെ യേശുക്രിസ്തുവിനെ ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും ഇന്ന് ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. ചിലപ്പോ ആത്മഹത്യ ചെയ്ത് എന്തെങ്കിലും മരുന്ന് കഴിച്ചോ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ മാറ്റപ്പെട്ടേനെ. കാരണം ഭൂമിയിൽ ഞങ്ങൾക്ക് ഒന്ന് പ്രതീക്ഷ വെക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഒരു വ്യക്തി പോലും ഇല്ല. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം, ആ കരുതൽ, ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം നഷ്ടമായേനെ. പിന്നെ ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആണ് മനസ്സിലായത് നമുക്കൊരു നിത്യതയുണ്ട്. നമ്മുടെ ജീവിതം നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ ജീവന്റെ അധികാരി എന്ന് പറയുന്നത് യേശുപ്പച്ചനാണ്. അപ്പൊ അത് നമ്മൾ ഭൂമിയിൽ നഷ്ടമാക്കരുത് എന്നുള്ളൊരു ബോധ്യമുണ്ട്. പലപ്പോഴും അമ്മ എന്നോട് പറയും, മോനെ ഞാനൊരു വിഷം കഴിച്ചോ അല്ലെങ്കിൽ ഒരു കയറ് തൂങ്ങി അങ്ങ് മരിച്ചേനെ. ഈ ഒരു യേശുവിനെ അറിഞ്ഞുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നത്. പലപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കിനും ദൈവത്തിന്റെ വചനമാണ് ഞങ്ങൾക്ക് ആശ്വാസമായി തീർന്നത്. ദൈവം ഇത്രത്തോളം ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. ദൈവത്തിന്റെ വചനം തന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ട് എന്റെ കൃപ നിനക്ക് മതി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ കൃപ. ഏത് പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ആ ദൈവത്തിന്റെ കൃപ. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും. എത്ര വലിയ വിശ്വാസിയാന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ കൃപ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിപ്പോ പണം ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ നാളുകൾ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ദൈവം ആ കൃപ പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം ആഴമായിട്ട് അറിയുവാൻ, രോഗികളായിട്ട് ഇരിക്കുന്നവർക്ക് സൗഖ്യം പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം ശക്തനാ. അന്ന് ദൈവം കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി, ഊമനെ ദൈവം സംസാരിക്കുമാറാക്കി, രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ദൈവം വിടുവിച്ചു, മരിച്ചവരെ ദൈവം ഉയർപ്പിച്ചു. ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല.
ജീവിതത്തിലെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ ഉറപ്പിച്ച് നിൽക്കണം. ഏത് കഷ്ടതയിലും ദൈവം എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. ആ ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോകരുത്. ചിലപ്പോ നമ്മൾ മരിക്കാൻ, നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ അതൊക്കെ നമുക്ക് തോന്നിയേക്കാം. അതൊക്കെ പിശാച് കൊണ്ടിടുന്നതും അല്ലെങ്കിൽ നമ്മുടെ ആ അന്നത്തെ ആ കഷ്ടതയിൽ തോന്നുന്ന ആ ഒരു ചിന്തയായിരിക്കും. പക്ഷെ അതിനെ മറികടക്കാനുള്ള ഒരു ദൈവത്തിന്റെ കൃപ നമ്മള് ദൈവത്തോട് ചോദിക്കണം. ദൈവമേ ഈ കഷ്ടതയിലും പിടിച്ചു നിൽക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവം ഞങ്ങളെ ഉറപ്പിക്കണം. വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽപ്പാൻ ആ ഒരു കൃപ ദൈവം ഞങ്ങൾക്ക് തരണം എന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതുവരെ ദൈവം ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഇത്രത്തോളം ഞങ്ങളെ എത്തിച്ചത്. ഇതിലൂടെ കേൾക്കുന്ന ദൈവമക്കളും എനിക്കും എന്റെ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അന്ത്യത്തോളം ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിലനിൽപ്പാൻ, ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കേണ്ടതിന് ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അതേപോലെ ഞാൻ പഠിക്കുന്ന കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും വരാതെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സന്ധ്യ ആന്റിയോടും ഈ മീറ്റിംഗ് നടത്തുന്ന ജോസഫ് മാത്യു അങ്കിളിനോടും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. രമ്യ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഓക്കെ ആന്റി. ഓക്കെ, പ്രാർത്ഥിച്ചോ. ദൈവമേ പ്രൈസ് ലോർഡ്. കർത്താവേ യേശുപ്പാ, ദൈവമേ സ്തോത്രം. കർത്താവേ യേശുപ്പാ, ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല ദൈവമേ സമയത്തിനായി സ്തോത്രം കർത്താവേ. ദൈവമേ ഈ മീറ്റിംഗിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ യേശുപ്പാ, ദൈവമേ സ്തോത്രം കർത്താവേ. അടിയനും ഈ മീറ്റിംഗിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അവിടുന്ന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഇത് ദൈവമേ നടത്തുന്ന ദൈവമേ ജോസഫ് മാത്യു അങ്കിളിനെ, സന്ധ്യ ആന്റി, ദൈവമേ ഇതിനകത്ത് ദൈവമേ ഈ മീറ്റിൽ അറ്റൻഡ് ചെയ്യുന്ന കേട്ട എല്ലാ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുപ്പാ. അവിടുന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുപ്പാ. ദൈവമേ ഈ സാക്ഷ്യനകർക്ക് ഒരു ആശ്വാസമായി തീരണം കർത്താവേ. ഒരു ഉറപ്പും ധൈര്യമുള്ളതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുപ്പാ. ദൈവമേ അവിടുന്ന് എല്ലാവരും അവിടുന്ന് സഹായിക്കണം. ഈ മീറ്റിംഗ് അനേകർക്ക് ഒരു ആശ്വാസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുപ്പാ. ദൈവമേ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥന വിഷയത്തിന്മേൽ അവരവരുടെ വിഷയത്തിന്മേൽ എന്റെ യേശുക്രിസ്തുവിന്റെ കരം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം കർത്താവേ. ദൈവമേ അനേകർ ദൈവത്തെ അറിയുവാൻ ഒരു മുഖാന്തരമാക്കി തീർക്കണം. ഈ പ്രയർ ലൈൻ മീറ്റിംഗിന് അതിനുവേണ്ടി എന്റെ യേശുക്രിസ്തുവിനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം കർത്താവേ. അനേകരുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവമേ ഈ പ്രയർ ലൈൻ മീറ്റിംഗ് ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം കർത്താവേ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഈ വക്രത നിറഞ്ഞ ലോകത്തിൽ ദൈവമേ സ്തോത്രം കർത്താവേ, അനേകർ ദൈവമേ വഴിതെറ്റി പോകുമ്പോൾ ദൈവമേ ഞങ്ങളെ സ്നേഹിച്ച് ഇത്രത്തോളം നിലനിർത്തിയ എന്റെ യേശുപ്പച്ചന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ യേശുപ്പ. അന്ത്യത്തോളം വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഹല്ലേലൂയ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. പാപത്തിന്റെ ഒരു അന്ധകാര ശക്തി ഞങ്ങളെ ജയിപ്പാൻ ഇടയാകലെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം കർത്താവേ. വിശ്വസ്തയോടെ അന്ത്യത്തോളം ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി ഭൗതികമായി അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുപ്പാ. ദൈവമേ ശാരീരികമായി മാനസികമായി അവിടുന്ന് ഓരോരുത്തരെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം കർത്താവേ. ദൈവമേ തുടർന്ന് അവിടുന്ന് ഈ മീറ്റിംഗിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുപ്പാ. ദൈവമേ സ്തോത്രം. ആദ്യം മുതൽ അവസാനം വരെ എന്റെ യേശുപ്പച്ചന്റെ സാന്നിധ്യ കൃപയും കൂടെ ഇരുന്നതിനായി സ്തോത്രം. അടിയനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ സ്തോത്രം കർത്താവ്. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ യേശുപ്പച്ചൻ അവിടുന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കേട്ടേ നന്ദി. യേശുപ്പച്ച നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.